വീട്ടുകാർ അതുമായി ബന്ധപ്പെട്ട ചില ഗൃഹാതുരത്വങ്ങളുണ്ട്. പ്രത്യേകിച്ച് ജയേട്ടൻ്റെ ദീർഘമായൊരു സമയം ഉണ്ടായിരുന്ന കാലം എന്ന നിലയിൽ അതുമായി ബന്ധപ്പെട്ട ചില ഗൃഹാതുരത്വം കൂടി ഉള്ളതുകൊണ്ട് അവിടെ കൂടി കൊണ്ടുപോകണം എന്നൊരാഗ്രഹം വെച്ചിട്ടുണ്ട്. എന്തായാലും തൃശ്ശൂർക്കാർക്ക് നാളെ രാവിലെ വരെ ജയേട്ടനെ അന്ത്യദർശനത്തിന് അവസാനമായി കാണുന്നതിന് അവസരമുണ്ട് എന്നുള്ളതുകൊണ്ട് പിന്നെ ആ വിധത്തിലുള്ള വീടുകളിലെ വീട്ടുകാരുമായി ബന്ധപ്പെട്ട ചില ആഗ്രഹങ്ങൾ ആ വിധത്തിൽ തന്നെ മുന്നോട്ട് പോകട്ടെ എന്നാണ് ആലോചിക്കുന്നത്. സത്യത്തിൽ കേരളത്തിൻ്റെ ഗാനരംഗത്ത് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു തലം അവസാനിക്കുകയാണ്. മലയാളത്തിൻ്റെ ഗായകൻ എന്ന നിലയിൽ ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ നേടി മലയാളത്തിൽ മാത്രമല്ല 6ഓളം ഭാഷകളിൽ പാടുകയും അത് അതിഗംഭീരമായി മലയാളിയുടെയും ലോകത്തിൻ്റെയും മുമ്പിലെത്തിക്കുകയും ചെയ്തൊരു ഭാവഗായകന് കേരളം യാത്ര പറയുമ്പോൾ ഒരു തലമുറയുടെ പ്രത്യേകമായൊരു ഘട്ടം അവസാനിക്കുകയാണ്. മലയാളത്തിലെ സംഗീതത്തിന് എല്ലാവർക്കും പാടാൻ കഴിയുന്ന ലാളിത്യമായ ശൈലി കൊണ്ട് വേറിട്ട് നിൽക്കുന്ന നിരവധി ഗാനങ്ങളുടെ ഉടമയായിരുന്നു. പി ജയചന്ദ്രൻ്റെ, തൃശ്ശൂർക്കാരുടെ ജയേട്ടൻ്റെ സ്വന്തമായിട്ടുള്ള എഴുത്തുകാരും അതിന് ഗാനം പകർന്നവരുമൊക്കെ ലോകശ്രദ്ധയിലേക്ക് മലയാളത്തെ കൊണ്ടുപോയവരാണ്. പി ഭാസ്കരൻ്റെയും വയലാറിൻ്റെയും ഉൾപ്പെടെയുള്ള ഗാനങ്ങൾ ദേവരാജൻ മാഷിൻ്റെയും അർജുന മാഷിൻ്റെയും പോലെയുള്ള സംഗീത സംവിധായകരുടെ പ്രത്യേകമായിട്ടുള്ള ശൈലി കൊണ്ട് അവതരണ രംഗത്ത് കൊണ്ടുവന്ന് പ്രഭാതം മുതൽ പ്രദോഷം വരെ ജയേട്ടനില്ലെങ്കിലും ദീർഘമായൊരു കാലം മലയാളിയുടെ ചുണ്ടുകളിൽ തത്തിക്കളിക്കുന്ന സംഗീതത്തിൻ്റെ ഒരു സാമ്രാജ്യം തന്നെ സൃഷ്ടിച്ചുകൊണ്ടാണ് പി ജയചന്ദ്രൻ എന്ന മലയാളിയുടെ സ്വന്തമായ മലയാളിയുടെ അഹങ്കാരമായിട്ടുള്ള ഈ ഭാവഗായകൻ ഇന്ന് വിട പറയുന്നത്. ഇത്രമേൽ വേഗത്തിൽ അദ്ദേഹം മലയാളത്തിൽ നിന്ന് ഇങ്ങനെ ഒരു യാത്ര പറച്ചിലിന് അവസരം ഉണ്ടാകും, അല്ലെങ്കിൽ ആ വിധത്തിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചതല്ല. എന്നാൽ നമുക്കെല്ലാവർക്കും അറിയാം, അവസാന കാലത്ത് അദ്ദേഹത്തെ ശാരീരികമായി നേരിട്ട നിരവധി പ്രതിസന്ധികളുടെ നടുവിലും ഇതെല്ലാം മറികടന്നുകൊണ്ട് വീണ്ടും പാട്ടിൻ്റെ പാലാഴി മലയാളിക്ക് വേണ്ടി ഒരുക്കും എന്ന ആത്മവിശ്വാസത്തിലായിരുന്നു അദ്ദേഹം. മലയാളിയുടെ, ഞാനതുകൊണ്ടാണ് പറഞ്ഞത്, മലയാളിയുടെ ചുണ്ടുകളിൽ പ്രഭാതം മുതൽ പ്രദോഷം വരെ എപ്പോഴും തത്തിക്കളിക്കുന്ന എത്രയോ ഗാനങ്ങൾ അതിൻ്റെ ശബ്ദമാധുര്യം കൊണ്ട് ജേട്ടൻ മരിക്കാതെ ലോകമുള്ളിടത്തോളം കാലം മലയാളിയുടെ ദിനചര്യകളിലൂടെ ജീവിച്ച് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. മലയാളത്തിന് ഏറ്റവും ലാളിത്യമാർന്ന ഒരു സംഗീത ശൈലി കൂടി, ഗാനാവതരണത്തിൻ്റെ കാര്യത്തിൽ ഉൾപ്പെടെ ഒരു ലാളിത്യമാർന്ന സംഗീത ശൈലി കൂടി പി ജയചന്ദ്രൻ സമ്മാനിച്ചിട്ടുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ അന്ത്യകർമ്മങ്ങൾ ഏതാണ്ട് 36 മണിക്കൂറിലേറെ നീണ്ടു നിൽക്കും വിധം മലയാളിക്കെല്ലാം കാണാനും അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഗാനാർച്ചന നടത്താനും ഒക്കെ കഴിയും വിധത്തിലുള്ള തയ്യാറെടുപ്പുകളാണ് ഒരുക്കിയിട്ടുള്ളത്. സംസ്ഥാന പ്രോട്ടോകോൾ നൽകിക്കൊണ്ട് തന്നെ ആവശ്യമായിട്ടുള്ള എല്ലാ നടപടികളും എടുക്കുന്നതിന് വേണ്ടി തൃശ്ശൂരിലെയും എറണാകുളത്തെയും ജില്ലാ കളക്ടർമാർക്ക് ഇതിനകം തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അവരുടെ നേതൃത്വത്തിൽ ഇന്നും നാളെയുമായി ആ ചടങ്ങുകൾ കൂടി അവസാനമായിട്ട് നിർവഹിക്കും. സംസ്ഥാന സർക്കാരിൻ്റെ എല്ലാ വിധത്തിലുള്ള ബഹുമതികളോടും കൂടി അദ്ദേഹത്തിന് യാത്രയയപ്പ് നൽകും. എന്തായാലും ഞാൻ പറഞ്ഞതുപോലെ മലയാളിയുടെ മുമ്പിൽ പാട്ടിൻ്റെ ഒരു കാലം പ്രത്യേകമായി മാറിപ്പോവുകയാണ്. വലിയ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. എത്രയോ ഗാനങ്ങൾ ഏത് മലയാളിയോട് ചോദിച്ചാലും, ഏത് തലത്തിൽ പ്രവർത്തിക്കുന്നവനോട് ചോദിച്ചാലും, എത്ര ഉന്നതനാകട്ടെ എത്ര താഴെക്കിടയിലാകട്ടെ, എത്രയോ ഗാനങ്ങൾ മലയാളിക്ക് വേണ്ടി അവർക്ക് ഓരോരുത്തർക്കും പാടാനുണ്ടാവും. മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി ധനുമാസ ചന്ദ്രിക വന്നു എന്നൊറ്റ ഗാനത്തിൻ്റെ വരി കൊണ്ട് മാത്രം ലോകമുള്ളിടത്തോളം കാലം മായാതെ പി ജയചന്ദ്രൻ എന്ന മഹാപ്രതിഭ മലയാളിയുടെ കൂട്ടത്തിലുണ്ടാകും. ആ ഭാവഗായകൻ്റെ സമുജ്വലമായ സ്മരണകൾക്ക് മുമ്പിൽ സർക്കാരിന് വേണ്ടി ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ശിരസ്സ്. ചെറിയ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്. രാവിലെ 8 മണിക്ക് വന്ന് 10 മണി വരെ ഇവിടെ അവരുടെ കുടുംബക്കാർക്കും ബന്ധുക്കൾക്കും അവസാനമായിട്ടൊന്ന് കണ്ട് യാത്രയാക്കാനുള്ള പ്രാരംഭ നടപടികൾക്ക് വേണ്ടി നമ്മൾ കരുതിയതാണ്. പക്ഷേ അമല ആശുപത്രിയിൽ നിന്ന് എത്തിച്ചേരാൻ ഇത്തിരി നേരം വൈകി. പക്ഷേ ഇവിടെ ഇപ്പോൾ എത്തിച്ചേർന്നവരെ ഏറ്റവും വേഗതയിൽ കാണിച്ച് നമുക്കൊരു 10:30 കൂടി തന്നെ ഇവിടെ നിന്ന് റീജിയണൽ തിയേറ്ററിലേക്ക്, സംഗീത നാടക അക്കാദമിയുടെ ആസ്ഥാന കേന്ദ്രത്തിലേക്ക് പോകണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ചെറിയ മാറ്റമേ ഉണ്ടാകുള്ളൂ. എന്തായാലും നാളെ രാവിലെ വരെ അദ്ദേഹം തൃശ്ശൂരിൽ തന്നെ അദ്ദേഹത്തിൻ്റെ മൃതശരീരമുണ്ട് എന്നുള്ളത് കൊണ്ട് അത് പിന്നെ സംഗീത നാടക അക്കാദമിയിലെ റീജിയണൽ തിയേറ്ററിലെ പരിപാടിക്ക് ശേഷം അധികം നേരത്തെ നമ്മളെല്ലാവരും പോയി കണ്ടിരുന്ന കേന്ദ്രത്തിലേക്ക് കൂടി കൊണ്ടുപോകണം എന്ന ആലോചന ഇങ്ങനെ വന്നിട്ടുണ്ട്. നമുക്കൊരു അവിടെയുള്ള ആളുകളെ കാണാനുള്ള, എല്ലാവർക്കും കാണാനുള്ള ഒരു അവസരം ഉണ്ടാകണം. കാരണം
ഇന്നലെ വരെ ആരും പ്രതീക്ഷിക്കാതിരുന്ന, ഏറ്റവും അടുത്ത ആളുകളല്ലാതെ മറ്റാർക്കും ഇത്ര കഠിനമായിട്ടുള്ളൊരു രോഗത്തിലൂടെ കടന്നു പോകുന്നു എന്ന് പോലും അറിയാത്ത വിധത്തിലാണെന്നുള്ളത് കൊണ്ട് രാവിലെയുള്ള വാർത്തകൾ കണ്ടും കേട്ടും ആളുകൾ ധാരാളമായി വരികയാണ്. പരമാവധി പേരോട് അവിടെ തന്നെ നിൽക്കണം എന്ന് ഞങ്ങളിപ്പോൾ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. കാരണം ഇവിടെ വീട്ടിലാണെന്നുള്ളത് കൊണ്ട് ഇവിടുത്തെ പരിമിതികൾ മാധ്യമങ്ങളെല്ലാം കണ്ടതാണ്. ആളുകൾക്ക് കയറി വരാനുള്ള ചില പ്രയാസങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് റീജിയണൽ തിയേറ്ററിൽ പരമാവധി നേരം 2 മണിക്കൂറാണ് നേരത്തെ നമ്മൾ നിശ്ചയിച്ചിരുന്ന സമയം. അതിലൊട്ടും കുറയാത്ത വിധം അവിടെ കാണിച്ചതിന് ശേഷമായിരിക്കും തുടർന്ന്. അതൊരു ചടങ്ങ് എന്നുള്ള നിലയ്ക്ക് കൊണ്ടുപോകണം എന്നാണ് ആലോചിച്ചത്. കാണാനുള്ളവരോടെല്ലാമുള്ള അഭ്യർത്ഥന റീജിയണൽ തിയേറ്ററിൽ വന്ന് കാണാൻ വേണ്ടിയിട്ടുള്ള അവസരം കൊടുക്കുക. മറ്റത് അവരുടെ കുടുംബപരമായിട്ടുള്ളതും നമുക്കെല്ലാം ആഗ്രഹാതുരത്വമുണ്ട്. നമ്മൾ പലപ്പോഴും പോയി കാണാറുള്ളതൊക്കെ ആ കേന്ദ്രത്തിൽ കൂടിയാണെന്നുള്ളത് കൊണ്ട് അതുമായി ബന്ധപ്പെട്ട കുടുംബത്തിൻ്റെ ഒരു സൗകര്യത്തിന് വേണ്ടി അവിടെ വഴിയൊരിഞ്ഞു കൊടുത്ത് കാണാനുള്ള പൊതുദർശനം പൂർണ്ണമായും നമുക്ക് ആദ്യഘട്ടത്തിൽ റീജിയണൽ തിയേറ്ററിലാക്കി മാറ്റണം എന്നാണ് എല്ലാവരോടും അഭ്യർത്ഥിക്കാനുള്ളത്. എല്ലാ ഒരുക്കങ്ങളും സജ്ജമാണ്. ആവശ്യമായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും നടത്തിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2 ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തിൽ സംസ്ഥാന ബഹുമതിയോടുകൂടി ചടങ്ങുകൾ നിർവഹിക്കുന്നതിനാവശ്യമായ നിർദ്ദേശവും കൊടുത്തിട്ടുണ്ട്.